നമസ്കാരം. കണ്ണൻ സാഗറാണ്. ഞാൻ ഒരു ബാലനടിയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാം പ്രിയങ്കരിയാണ്, അവതാരകയാണ്, നല്ലൊരു അഭിനേത്രിയാണ്. നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒപ്പം എന്ന സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ച് നമ്മുടെ എല്ലാം മുക്തകണ്ഠ പ്രശംസ ഏറ്റുവാങ്ങിയ നമ്മുടെ കുഞ്ഞനുജത്തിയാണ്. അതുപോലെ തന്നെ അമർ അക്ബർ ആൻ്റണി ആ സിനിമയിലും ശ്രദ്ധേയമായ വേഷം ചെയ്ത് അതൊന്നും ഒരുപാട് ചിത്രങ്ങളുണ്ട്. മീനാക്ഷി എൻ്റെ ഒപ്പം വന്നത് നമ്മുടെ സഹോദരൻ പ്രിയ കണ്ണൻ, തിയേറ്ററിൻ്റെ ചെയ്തു കൊടുക്കുന്ന കണ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു തിയേറ്റർ ഇവിടെ ഉണ്ട്, അത് മീനാക്ഷിയുടെ വീട്ടിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതും ഒന്നൊന്ന് കാണണം, കണ്ട് നമുക്കൊന്ന് ഷൂട്ട് ചെയ്യണം എന്ന് അദ്ദേഹം എന്നെ വിളിച്ചു പറയും. അത് പ്രകാരം ഞാൻ ഓടി വന്നാണ്. ഇത് മീനാക്ഷിയുടെ ശരിക്കും വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളും ഒക്കെയാണ് ഇതാ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണനുണ്ടാക്കിയ ആ തിയേറ്ററും അതിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ നമുക്ക് പരിചയപ്പെടാം, അതിലേക്ക് പോകാം. അതിനു മുമ്പ് മീനാക്ഷി ഇപ്പോൾ വരും, നമുക്ക് ഒന്ന് രണ്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് കയറാം. നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയ ഇഷ്ടതാരം കൂടിയായ മീനാക്ഷി അനൂപ് തൻ്റെ വീട്ടിലാണ്. അപ്പം സുഖമായിരിക്കുന്നല്ലോ? അവർക്കൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ അല്ലേ? നന്നായി പോകുന്നു. അതിലുപരി പഠിത്തം എങ്ങനെയുണ്ട്? അത് നന്നായി പോകുന്നു. ഞാൻ ഇപ്പോൾ +2 കഴിഞ്ഞു, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഞാൻ ചെയ്തൊരു ഷോ ഉണ്ട്, എൻ്റെ തിയേറ്റർ എന്നാണ് എൻ്റെ പേര്. അപ്പം അതുകൊണ്ട് ബന്ധപ്പെട്ട് അപ്പം ഞാൻ തിയേറ്ററിനായിട്ടുള്ള നമ്മൾ സിനിമ കാണാൻ പോയിട്ടുള്ളതും ഒക്കെയുള്ള കഥകളൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു സിനിമാ താരമാകുമ്പോഴത്തേന് സിനിമാ ലൊക്കേഷനിലുണ്ടായ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലുള്ള മഹാനടൻ, അതുപോലെ പൃഥ്വിരാജ്, ഇങ്ങനെ വലിയ വലിയ ആൾക്കാരോടൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. ആ സമയത്തെ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ഓർത്ത് വെക്കാനുള്ള ബോധം എനിക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു. അത് എത്ര വയസ്സിലാണ്? 9 വയസ്സ് 10 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് പറയുന്നത്. ഒപ്പം ആയാലും അമർ അക്ബർ ആയാലും ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. പിന്നെ എപ്പോഴും ഇഷ്ടമുള്ള കുറെ ഓർമ്മകളുണ്ടല്ലോ, അങ്ങനെ ഉണ്ട്. ഉറപ്പായിട്ടും ഇപ്പം എപ്പോഴും തോന്നും നമ്മുടെ ഒപ്പം സിനിമ ലാലങ്ങളുടെ കൂടെയും പ്രിയനങ്ങളുടെ കൂടെയും അവരെ രണ്ടാളുടെ വരുന്ന ഒരു യുണീക്ക് കോംബോ ആണല്ലോ. അപ്പൊ അവരെ രണ്ടാളുടെ കൂടെ ഒരുമിച്ച് അങ്ങനെ ഒരു കോംബോയിൽ ചെയ്യാൻ പറ്റിയത് വലിയൊരു ലക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും ഇപ്പോഴായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ഞാൻ എൻജോയ് ചെയ്തേനെ. ആ സമയത്ത് ഞാൻ വെറുതെ വഴക്കുണ്ടാക്കി കാള കളിച്ച് നടന്നു. ഇപ്പോഴാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അതൊക്കെ എൻജോയ് ചെയ്തേനെ എന്ന് തോന്നാറുണ്ട്. അല്ല, നമുക്ക് വേറെ അന്ന് കുഞ്ഞാണല്ലോ, കുറേയേറെ തിരിച്ചറിവുകളും കുറവായിട്ടുള്ള സമയം ഉണ്ടാണല്ലോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത്ര എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഷൂട്ടിങ് തീർന്നു പോരാൻ. എനിക്ക് 2 സെറ്റ് വരെ എനിക്ക് അവരുടെ കൂടെ ഒന്നും പോരാനായിട്ട് ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ എന്തോ ഭയങ്കര ഭാഗ്യം കൊണ്ടാണ് ഞാൻ ചെന്നിട്ടുള്ള സെറ്റുകളിലെല്ലാം എന്നെ ഭയങ്കര കാര്യമായിട്ടാണ് കൊണ്ടു നടന്നിട്ടുള്ളത്. ഇപ്പം അമർ അക്ബർ ആന്റണി ആയാലും ഒപ്പം ആയാലും അവിടുത്തെ ഏറ്റവും ചെറിയ ആള് ഞാനായിരുന്നു. അപ്പം എല്ലാവരും എന്നെ ഭയങ്കര പൊന്നുപോലെ നോക്കി കൊണ്ട് നടന്നിട്ടുണ്ട്. സോ അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ്. ഈ പറയുന്നത് ലാലങ്കിളായാലും, ലാലങ്കിളിനെയൊക്കെ ആദ്യം കാണുന്ന സമയത്ത് പേടിക്കാനുള്ള ഒരു മെച്യൂരിറ്റി അന്നില്ല. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ലാലങ്ങളിനെ ആദ്യം കാണുമ്പോൾ പേടിയായിരുന്നു. പക്ഷെ എനിക്ക് പേടിക്കാനുള്ളൊരു മെച്യൂരിറ്റി എത്തിയിട്ടില്ലായിരുന്നു ആ സമയത്ത്. എനിക്ക് എപ്പോഴും ഞാൻ TV കാണുന്ന ഒരാൾ, എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ആളെ പോലെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്, അങ്ങനെ ഒരാൾ നേരിട്ട് കാണാൻ പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന് നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോവാണ്, അങ്ങനെയൊക്കെ എന്തോ ധാരണകളായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം ഞാനിങ്ങനെ ആദ്യം ഞാൻ മിണ്ടിയൊന്നുമില്ല, ഞാനിങ്ങനെ ലാലങ്ങളിനെ നോക്കി. എനിക്ക് ഒരു കോടതിയുടെ ഷോട്ട് ഉണ്ട്, അതാണ് ആദ്യം എടുത്തത് ഒപ്പത്തില്. ക്ലൈമാക്സ് ഉണ്ട്, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട്. അപ്പം അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്കും ലാലങ്ങൾ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞാൻ മിണ്ടിയൊന്നുമില്ല. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്നെ അറിയോ എന്ന് ചോദിച്ചു. അതിൽ ഞാൻ പിന്നെ ഓക്കെ ആയി. പിന്നെ ഭയങ്കര കൂട്ടായിരുന്നു എല്ലാവരുമായിട്ട്. ആ സെറ്റിലുള്ള എല്ലാവരും ഇന്ന ആള് എന്ന് എടുത്തു പറയാനില്ല, എല്ലാവരുമായിട്ടും ഭയങ്കര കൂട്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെയാണ് അമർ അക്ബറിലും. ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് ചെയ്തത് നമ്മുടെ ഇന്ദ്രൻ സംഘങ്ങളുടെ കൂടെ ഒരു മൂവിയാണ്. അതിന് ഉടനെ റിലീസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രൈവറ്റ് അല്ലല്ല, തിയേറ്റർ റിലീസുള്ളതാണ്. പക്ഷെ അതിനൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല, നടക്കുന്നതേ ഉള്ളൂ. ഓ ശരി ശരി. അപ്പോൾ സക്സസ് ആയിട്ടോ, നന്നാകട്ടെ. താങ്ക് യു സോ മച്ച്. ആയിക്കോട്ടെ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ എൻ്റെ ഒരു സുഹൃത്തുണ്ട് കണ്ണൻ, ഈ തിയേറ്ററൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അറിയാവുന്നല്ലേ. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു തിയേറ്റർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനിവിടെ പോകുന്നുണ്ട്,
അപ്പം കണ്ണൻ ഫ്രീ ആണെങ്കിൽ എൻ്റെ പേരും കണ്ണൻ അതും കണ്ണനാ. അപ്പോൾ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് മുട്ടിയാലോ. അങ്ങനെ ഞാൻ പറഞ്ഞു ശരി, അംഗം കുറിച്ചിരിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അംഗം കുറിച്ചിട്ട് ഇവിടെ വന്നു. അപ്പോൾ അദ്ദേഹം വന്നിട്ടുണ്ട്. ഞാനും ഇവിടെ വന്നപ്പം മീനാക്ഷിക്ക് ഒരു തിയേറ്റർ അദ്ദേഹം ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞു. അതൊന്ന് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം. അതിന്റെ എക്സ്പീരിയൻസ് ഞങ്ങളിവിടെ വീട്ടിൽ ആര് വന്നാലും ചേട്ടനല്ല ആര് വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊരു തിയേറ്റർ ഉണ്ട്, കാണിച്ചു തരാമെന്ന് ഞങ്ങൾ കയറ്റി കാണിക്കുന്ന സ്ഥലമാണ്. കാരണം ചേട്ടൻ നമുക്ക് നല്ലോണം അറിയാം. തീർച്ചയായിട്ടും സന്തോഷം. അപ്പം ഞാൻ മീനാക്ഷിയോട് കൂടുതൽ വിശേഷങ്ങളൊന്നും ചോദിക്കുന്നില്ല. നമുക്ക് തിയേറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് പോയിട്ട് ഇപ്പോൾ വരാം. ആ എക്സ്പീരിയൻസ് അറിയാം. നമുക്ക് പോയാലെന്ന് ഓക്കെ. ബാല്യകാലത്തിലുള്ള നടിയായിട്ട് വന്ന് സിനിമാ ലോകം കീഴടക്കി, നല്ല അവതാരകയായിട്ട് വന്ന് എല്ലാവരുടെയും മനസ്സ് കീഴടക്കി എന്നൊക്കെ പറയേണ്ടി വരും. അതിലും മേളിൽ ഉണ്ടെങ്കിൽ അങ്ങനെ പറയണം മീനാക്ഷിയെ കുറിച്ച്. മീനാക്ഷിയുടെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതൊക്കെ ഒരു തിയേറ്റർ, അനൂപ് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് അനൂപ്, ഒരു തിയേറ്റർ സെറ്റ് ചെയ്തു. നമ്മുടെ കണ്ണനാണ് അത് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആ തിയേറ്ററിൽ നിന്നുകൊണ്ട് നിങ്ങൾ പടമൊക്കെ കൊണ്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, വളരെ ഒരു ഫീലാണ്. അപ്പോൾ നമുക്ക് ആ തിയേറ്ററിലേക്ക് വന്നെങ്കിൽ നമുക്ക് ചോദിക്കാം. നമസ്കാരം മീനാക്ഷി, സുഖമായിരിക്കുന്നുണ്ടോ? ഓക്കെ. ഇത് തിയേറ്റർ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കണമെന്ന് സ്വയം തോന്നിയതാണോ, അത് അച്ഛൻ്റെ ഐഡിയ ആണോ? അച്ഛനാണ്. പണ്ട് തൊട്ടേ നമ്മൾ സിനിമ കാണാനായാലും എല്ലാ കാര്യത്തിലും ഈ ഫീൽഡിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് ആ ഇൻട്രസ്റ്റ് കിട്ടിയത് അച്ഛൻ്റെ അടുത്ത് നിന്നാണ്. അച്ഛനാണ് ഇതിനെ പറ്റിയൊക്കെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടും ടെക്നോളജി വൈസ് ഒക്കെ കൂടുതൽ അറിയുന്നതും. അപ്പൊ അച്ഛനായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. ആദ്യം തന്നെ വേറെ കാര്യം പറയുന്നുണ്ട്. ഒരു അപാര കലാകാരനായ ചില ആൾക്കാർക്ക് അധികം അറിയാത്ത എന്ന് പറഞ്ഞാൽ എഴുത്തിന്റെ മേഖല അറിയാത്ത, സിനിമയിലും അറിയാം, അതുപോലെ കണ്ണൻ സാർ എന്ന് പറഞ്ഞ ആളെ സിനിമയിൽ അറിയാം, മിമിക്രിയിലും അറിയാം, അറിയാം. പക്ഷെ ഉണ്ടല്ലോ അപാരമായ എനിക്കറിയാം പുള്ളി. ഞാൻ അത്യാവശ്യം വായിക്കാറൊക്കെ ഉണ്ട് ചെറിയ എഴുത്തിന്റെ മേഖലയിലേക്ക്. അപ്പൊ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ചില കമന്റുകൾ ചിരിപ്പിക്കുന്നതും ചെറിയ വാചകങ്ങളിലെ വലിയ അർത്ഥങ്ങളാണ് പുള്ളി. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ എന്റെ വീട്ടിൽ വന്നതിന് ഞാൻ ആദ്യം താങ്ക്സ് പറയുന്നു. ഇവിടെ എനിക്ക് ഇങ്ങനെ ഇരുന്ന് ഒരിക്കലും വീട് പണിയുമ്പോൾ ആദ്യത്തെ ചിന്ത അതിനകത്തൊരു തിയേറ്റർ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ തിയേറ്ററിനെ കുറിച്ചുള്ള റിസർച്ച്, ഈ തിയേറ്റർ റിസർച്ചിൽ അതിന്റെ കാഴ്ചയുടെ ഭാഗമായ പ്രൊജക്ടുകൾ വരും. ഏത് പ്രൊജക്ടറാണ് നല്ലത്, നമുക്ക് എങ്ങനെ സ്പീക്കറുകൾ വരും, അതിന്റെ ടെക്നോളജി എവിടം വരെ ആയിട്ടുണ്ട്, അറ്റ്മോസ്ഫിയർ, ഓരോരുത്തരും, ഇങ്ങനെ പലതും. ഇങ്ങനെ ഈ റിസർച്ച് നടത്തി വരുമ്പോൾ നമ്മൾ ആപ്റ്റ് ആയ ഒരാളെ കണ്ടെത്തുമല്ലോ. അതാണ് കണ്ണൻ എന്ന് പറഞ്ഞത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കാരണം അയാൾക്ക് ഇതിനെ കുറിച്ച് എല്ലാം അറിയാം. നമ്മളിപ്പം തിയേറ്റർ ഒന്നും ഉണ്ടാക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് സ്ഥലം അത്ര മതിയാകുമോ അല്ലെങ്കിൽ എങ്ങനെ ആകുമെന്നുള്ള ചിന്ത ഓട്ടോമാറ്റിക് നമ്മളിലേക്ക് ഈ സ്ഥലം കാണിച്ചു കണ്ണ് കണ്ടെത്തിയതാ. ഇതിന്റെ മുന്നുണ്ടല്ലോ, ഫസ്റ്റ് ചേട്ടൻ വന്ന് ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് നമ്മൾ തുണി വിരിക്കുന്ന സ്ഥലമായിരുന്നു. നമ്മൾ ഡ്രസ്സ് ഉണക്കി വിരിച്ചിടുന്ന. ഞാൻ അത് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഈ സ്ഥലം കിടന്നതുപോലെ തന്നെ വെച്ചിട്ടാണ് ഞാൻ തിയേറ്ററാക്കിയത്. കണ്ണൻ ചേട്ടൻ വരുന്നതിന് മുന്നേയും ഇവിടെ തിയേറ്ററിന്റെ ഒരു ഐഡിയക്ക് വേണ്ടി കുറെ പേര് വന്ന സ്ഥലം നോക്കിയതാ. നോക്കി പോയതാണ്. അതിപ്പം എനിക്കറിയുന്ന ആൾക്കാരായാലും അച്ഛന്റെ ഫ്രണ്ട്സ് ആയാലും ഒക്കെ വന്ന് അവര് തിയേറ്റർ ചെയ്യാമെന്ന് ഉറപ്പിച്ച് തന്നെ വന്നിട്ട് പോയതാ. പക്ഷെ അച്ഛൻ ഇപ്പം സംസാരിക്കുമ്പോ തന്നെ അറിഞ്ഞൂടാ കുറെ ഇങ്ങനെ ഐഡിയ തിങ്ങി നിറഞ്ഞിരിക്കുന്നതും. പിന്നെ ഓരോ അച്ഛന്റെ ഓരോരോ ഇഷ്ടങ്ങളുണ്ട്. അങ്ങനെ ഇരുന്ന് സിനിമ കാണണം, ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയിരിക്കണം തിയേറ്ററിന്, എനിക്ക് സൗണ്ട് ഇത്ര ഇതിൽ കിട്ടണം. അച്ഛൻ സിനിമ കാണുമ്പോൾ നമ്മളൊന്നും മൂളാൻ പോലും പാടില്ല, ഒരു സൈഡിൽ ഒച്ച പാടൊന്നും പാടില്ല. അപ്പം അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് സിനിമ കാണുകയും റിവ്യൂ ചെയ്യുകയും ചെയ്യും. അച്ഛൻ നല്ലതാന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ട 100% അത് നല്ല സിനിമയായിരിക്കും. നമ്മളിപ്പോ ഒരു സിനിമ കാണാൻ ആഗ്രഹിച്ചു, അത് തിയേറ്ററിൽ നിന്നത് പോയി, പടം പോയി, പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ആ സൗണ്ട് ക്വാളിറ്റിയിലും ആ പിക്ചറിന്റെ അതേ വലിപ്പത്തിലും ഒക്കെ അതേ സിനിമ തന്നെ വീണ്ടും നമുക്ക് നമ്മളുടെ തിയേറ്ററിൽ കാണുക. എത്ര ആവർത്തിക്കാണ്, കാരണം ഞങ്ങൾ ഇതിനെ ഇഷ്ടം കാരണം ചെയ്ത എല്ലാ OTT എടുത്തിട്ടുണ്ട്. ഞാൻ മീനാക്ഷിയുടെ ചിത്രങ്ങളുണ്ടല്ലോ, ഒപ്പം ഉണ്ട് അല്ലെ, അമ്മയൊക്കെ ഉണ്ട്. അത് ഇവിടെ കണ്ടിട്ട് എങ്ങനെ തോന്നി? അത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. ഞാൻ പൊതുവെ എന്റെ സിനിമകൾ അങ്ങനെ കാണത്താളാ. ഞാൻ എന്റെ സിനിമ ആയാലും ഞാനിപ്പോ എന്റെ ഷോസ് ആയാലും ഒന്നും എനിക്ക് എന്റെ ഒച്ച ഒന്നും കേൾക്കുന്നത് ഇഷ്ടമല്ല. അത് കണ്ടു കഴിയുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താമെന്ന് സ്വയമായിട്ട് തോന്നും. ഭയങ്കരമായിട്ട് അയ്യേ എന്നായി ചെയ്യുന്നത് ഞാൻ ഭയങ്കരമായിട്ട്. അല്ല, അത് നല്ല ഒരു ഭാഗ്യം കൂടാ. കാരണം
നമ്മളെ അഭിനയിച്ച സിനിമ എനിക്ക് എപ്പോഴും കുറ്റമാണ്. എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഭയങ്കര കുറ്റമുള്ളതാണ്. അതുകൊണ്ട് ഞാനായിട്ട് അതങ്ങനെ കാണാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അപ്പൊ അങ്ങനെ കുറെ പേര് വന്നിട്ടും അവര് ചെയ്യാതെ പോയി. പക്ഷെ കണ്ണചേട്ടനുമായിട്ട് അച്ഛൻ ഓക്കെ ആയി എന്നുള്ളത് അച്ഛനെ കഴിഞ്ഞും കൂടുതൽ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമുള്ള കേസായിരുന്നു. കാരണം ഇത് ഒരാളായിട്ട് ഒത്തുപോവാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. കാരണം അവര് വന്നിട്ട് പറയും അല്ല അനുവേട്ടൻ നമുക്കിത് ഇങ്ങനെ ചെയ്യാം. അപ്പൊ അച്ഛൻ പറയും ഇല്ല അത് പറ്റില്ല, അത് എന്റെ ഇഷ്ടത്തിന് ഇത് ഇങ്ങനെ ചെയ്യണം. ഞാൻ കൺക്ലൂഷൻ പറഞ്ഞു തന്നെ അച്ഛന്റെ കൂടെ ഒത്തുപോകാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ കണ്ണചേട്ടൻ ആരുടെ കൂടെ വേണേ വർക്ക് ചെയ്യാം. ഫോർ ഷുവർ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ വിളിച്ച് ചെയ്യാൻ പറ്റും. ആരും വിഷം ഇന്ന് ബുദ്ധിമുട്ടാവുന്നത് എന്റെ ഇത്ര രൂപയുള്ളൂ അതിനൊരു സാധനം ഉണ്ടാക്കി ഞാൻ തന്നെ അദ്ദേഹത്തോട് ചുമ്മാ സംസാരിച്ചു കൊടുത്തി പറഞ്ഞു ഇത് നമുക്ക് എത്ര രൂപ ഇതിനകത്ത് ഒരു തിയേറ്റർ ഉണ്ടാക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞ് എത്ര രൂപ എന്നല്ല, നമുക്ക് തരുന്ന ആ സ്പേസും നമുക്ക് തരുന്ന ആ ഇടവും എത്രയുണ്ടെന്ന് ആദ്യം എനിക്ക് കാണണം, എന്നിട്ട് നമ്മളിലുള്ള സാമ്പത്തികം എത്രയുണ്ടോ അത് വെച്ചിട്ട് അദ്ദേഹം ചെയ്യും, ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് എന്നാണ്. കണ്ണം ചെയ്ത് പല വർക്കും ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് സിനിമ കണ്ടിട്ടുള്ള അനുഭവം, ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇവിടുത്തെ എക്സ്പീരിയൻസ് എനിക്ക് അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഞങ്ങളുടെ തിയേറ്റർ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ ഒരു സിനിമ കാണാൻ നമ്മൾ നല്ലൊരു തിയേറ്റർ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചങ്ങ് പോകണം. അപ്പോൾ അത് മാറി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങനെ അടുത്ത് തിയേറ്റർ ഉള്ള വീടുകളില്ല ഞങ്ങളുടെ ഇവിടെ. അപ്പം ഇപ്പൊ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ അനൂപിന്റെ വീട്ടിൽ തിയേറ്റർ ഉണ്ടല്ലോ നമുക്ക് അവിടെ പോയി കാണാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് സിനിമ കാണാറുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ആ സിനിമ തിയേറ്റർ കാണുന്ന അതേ എക്സ്പീരിയൻസ് ആണ് ഇവിടെ കാണുമ്പോഴും കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ പുതിയൊരു സിനിമ ഇറങ്ങുമ്പോഴായാലും നമുക്ക് പുറത്തുള്ള തിയേറ്ററിലേക്ക് പോകാനുള്ള ഒരു എന്താ പറയാ ഒരു താല്പര്യം കുറവാ സത്യം. അത് OTT വരുമല്ലോ, പിന്നെ നമുക്കിരുന്ന് കാണാം എന്നുള്ള ഒരു തോന്നലാണ്. ഞങ്ങൾക്ക് ഏറ്റവും സുഖവും സന്തോഷവും ഇവിടെ ഇരുന്ന് കാണാൻ. മീനാക്ഷിയെ സംബന്ധിച്ച് സെലിബ്രിറ്റി കൂടെ ആയതുകൊണ്ട് ഒരു സിനിമ കാണാൻ ഒരു ഫിലിം തിയേറ്ററിൽ ചെല്ലുമ്പോൾ എന്തൊക്കെയായാലും കുറച്ച് പേര് ഫോട്ടോ എടുക്കാനോ കുറച്ച് ആൾക്കാരല്ലേ അതൊക്കെ ഇഷ്ടമാണ് എനിക്ക്. ഞങ്ങള് വീട്ടിലുള്ള ദിവസം അച്ഛൻ പറയും ഇത് ഭയങ്കര നഷ്ടമാണല്ലോ, കാരണം ഞങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് മറ്റേത് നമ്മൾ ഒരു സിനിമ കണ്ട് തിരിച്ചിങ്ങ് പോരല്ലേ. ഇത് നമ്മൾ രാവിലെ തുടങ്ങിയ ഞാനും എല്ലാരും കൂടെ കേറും, രാവിലെ തുടങ്ങി ഞങ്ങളൊരു വൈകുന്നേരം വരെ ഇതിന്റെ ഉള്ളിലായിരിക്കും. ഞങ്ങളുടെ വെക്കേഷൻ ഇപ്രാവശ്യം സത്യം പറഞ്ഞ ചേട്ടൻകാരനാണ്. ഞങ്ങൾ വെക്കേഷന് ടൂർ പോയിട്ടില്ല, ഞങ്ങള് തിയേറ്ററിലായിരുന്നു. അതെ, എന്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ഉണ്ടായിരുന്നു. ഞാൻ ഓരോ സിനിമയും കണ്ടിട്ട് ഇങ്ങനെ എപ്പോഴും സ്റ്റോറി ഒക്കെ അപ്ഡേറ്റ് ചെയ്തിടാറുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ചേട്ടന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്. ഞാനും വന്നപ്പോഴും ഇത് കണ്ടപ്പോഴും എനിക്കും നല്ലൊരു അദ്ദേഹം ചെയ്ത ഒരുപാട് തിയേറ്ററുണ്ട്. ഞാൻ കുറച്ച് തിയേറ്ററുകൾ കണ്ടു. നമ്മുടെ അലൻസിയറിന്റെ വീട്ടിൽ അതൊക്കെ തിയേറ്റർ ഉണ്ടോ, അത് ഗംഭീരമാണെന്ന് പറയുന്നു. അതെ അതെ, അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ചേട്ടന്റെ വീട്ടിലോടൊക്കെ പോകാറുണ്ട്. ഞാൻ ചേട്ടന്റെ വീട്ടിലെ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. അത് നല്ല രസമാണ്. അത് നമ്മൾ ഷൂട്ട് ചെയ്താണ്, നല്ല രസമുണ്ട്, നല്ല രസമുള്ള തിയേറ്ററാണ്. പക്ഷെ ഇവിടെയും ഈ ഉള്ള സൗകര്യമൊക്കെ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് തുണി വിരിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആൾക്കാർ അപ്പോഴും ഇങ്ങോട്ട് കയറി വരുന്ന ഈ ഗ്യാപ്പിൽ പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും വലിയൊരു സംഭവം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ആരും എക്സ്പെക്ട് ചെയ്യത്തില്ല. അതെ, പക്ഷെ ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴും ഇതിന് നെഗറ്റീവ് അഭിപ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഉൾപ്പെടെ ഇത് നന്നായി വരില്ല, കാരണം ഇത് നിങ്ങൾ സൗണ്ട് ലീക്കേജ് ഉണ്ടാവും പുറത്തേക്കൊക്കെ, പുറത്തുള്ള ആൾക്കാർക്ക് ബഹളം. കാരണം അച്ഛൻ 2 മണിക്കും 3 മണിക്കൊക്കെ ഇവിടുന്ന് സിനിമ കാണും. അപ്പൊ പുറത്തേക്ക് ഭയങ്കരമായിട്ട് വോയിസ് കേൾക്കും എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അറിയേയില്ല. അതാണ് എക്സ്പീരിയൻസ്. തിയേറ്റർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ല, അവരോട് എന്താ ഒന്നും പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ടീമാണ് കണ്ണഞ്ചന്റെ ഒക്കെ. അപ്പൊ ഞാൻ ഉറപ്പായിട്ടും ഇവരെ പ്രിഫർ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം. കാരണം പിന്നെ പറ്റത്തില്ല, നമ്മളിത് നോക്കിയിരുന്ന് നമ്മൾ ഇതിനു വേണ്ടി അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊരു അതിമോഹമാണ്, നമുക്കിപ്പോ അതിന്റെ ആവശ്യമില്ല. കുറച്ചൊക്കെ ജാടയാണെന്നൊക്കെ, പക്ഷെ അല്ല, അത് നമ്മുടെ ഒരു ഡെയിലി ഒരു സന്തോഷത്തിന്റെ ഭാഗമായി. ഇപ്പൊ വീടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ട് വീടുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു തിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം, ഇത്രയും സ്ട്രെസ്ഡ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന എല്ലാ വീട്ടിലും എല്ലാവർക്കും ഉണ്ടാകും കുറെ ടെൻഷനും അതും ഇതും ഒക്കെ കുറെ കാര്യങ്ങൾ. പക്ഷെ അതിനൊക്കെ വലിയൊരു റിലീഫാണ്. നമ്മുടെ എന്താ പറയാ, ഇങ്ങനെ ഒരു തിയേറ്റർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പൊ എന്നെ കഴിഞ്ഞു അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള ആൾക്കാരെ കഴിഞ്ഞും കൂടുതൽ പുറമേ നിന്നുള്ള ഒരുപാട് പേർക്ക് ഇത് ഒത്തിരി ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ചെറിയ ചെറിയ മൂവീസ് ഒക്കെ ചെയ്യുന്ന ഇപ്പൊ ഒരുപാട് പേര് ഈ ഫീൽഡിലൊക്കെ വരാൻ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്. ഇപ്പം ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായാലും അവരൊക്കെ. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഒരു തിയേറ്ററിനെ പറ്റി ചിന്തിക്കുന്നതിനോട് എനിക്ക് നല്ല അഭിപ്രായം. കാരണം ഇതൊരിക്കലും ഒരു വേസ്റ്റേജ് ഓഫ്
പൈസയല്ല. നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് പൈസ, അയ്യോ അത്രയും തിയേറ്റർ പണിത് എന്റെ പൈസ പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് നമുക്ക് 100% ഉപയോഗം വരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ. തീർച്ചയായിട്ടും കണപ്പനെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഇവിടുത്തെ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചു വെച്ചാൽ നമ്പർ വരും. പക്ഷെ എനിക്ക് ചെറിയൊരു സങ്കടം മീനാക്ഷിയുടെ മുഖത്ത് കിടക്കുന്ന പോലെ തോന്നുന്നു. ഇതിന് വലിപ്പം കുറഞ്ഞു, ശകലം വലിപ്പത്തിൽ ഉണ്ടാക്കാമായിരുന്നു ഇപ്പൊ തോന്നുന്നു. അത് നമുക്ക് എന്ത് കിട്ടുമ്പോഴും കുറച്ച് കൂടുതലുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് ആ പ്രശ്നമില്ല കേട്ടോ. എനിക്ക് കാരണം എനിക്ക് ഇത് ആദ്യം കടന്നത് ആരും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം ഇത് ആദ്യം വെറുതെ വെയിൽ അടിച്ച് മറ്റേ ഷീറ്റ് ഇട്ട് കിടന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഒരു സാധനം പൊങ്ങി വരും എന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ അതുപോലത്തെ ഒരു സംഭവമാണിത്. അത് അങ്ങനെ ഇച്ചിരി കൂടെ വലുതൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ ഭയങ്കര കംഫർട്ടാ. അതല്ലേ ഇപ്പം മീനാക്ഷിയുടെ അനുഭവങ്ങളും അച്ഛനും ഇത് പറഞ്ഞില്ലേ, അനുഭവം അദ്ദേഹം പറഞ്ഞില്ലേ, അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്, അതിന്റെ വലിയ അനുഭവമാണ്. അത് മാത്രല്ല ഒരു കാര്യം കൂടെ ഉണ്ട് ചേട്ടാ, എന്താണെന്ന് അറിയാം, നമ്മളിപ്പം ഇങ്ങനെ ഒരു തിയേറ്റർ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോഴേ നമ്മുടെ മനസ്സിലൊരു ഇത്, അയ്യോ നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ നമുക്കും ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയിട്ട് നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാതിരിക്കരുത്. ഇൻ കേസ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇത്ര രൂപയേ ഉള്ളൂ, അപ്പൊ നമ്മൾ അത് വെച്ചൊന്നും എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല എന്ന് സ്വയം തീരുമാനിച്ച് അങ്ങനെ വിളിക്കാതിരിക്കരുത്. വെറുതെ വിളിച്ച് ചോദിച്ചു നോക്കാം. ചേട്ടൻ അങ്ങനെ വിളിച്ച് എന്താ മോശമായിട്ട് സംസാരിക്കുന്ന ആളൊന്നും അല്ല എന്തായാലും, അതുകൊണ്ട് വെറുതെ വിളിച്ച് ചോദിച്ചേക്കാതെ ഞങ്ങളുടെ കയ്യിൽ ഇത്ര പൈസയേ ഉള്ളൂ, ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചേട്ടൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചു തരും. സോ നിങ്ങൾ ഒന്ന് വിളിച്ച് ചോദിക്കുക, ഈ പൈസക്ക് ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഞങ്ങൾ ഇത്ര സ്ഥലമുള്ളൂ ഇതിൽ ചെയ്യാൻ പറ്റുമോ എന്ന് വെറുതെ വിളിക്കുന്നോണ്ട് മുടക്കൊന്നുമില്ലല്ലോ, നമുക്ക് ഒന്ന് വിളിച്ച് ചോദിച്ചേക്കാം, അത്രേ ഉള്ളൂ. ഏതായാലും നല്ല എക്സ്പീരിയൻസ് ആണ് സംഭവം. അപ്പം തിയേറ്ററിൽ നല്ല നല്ല സിനിമകൾ ഇപ്പോൾ OTT ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ചിത്രങ്ങൾ നമുക്ക് അന്നേരം അപ്ഡേറ്റ് പടപെടാതെ കാണാം, കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഇതുപോലുള്ള തിയേറ്ററുകൾ തൊട്ടടുത്തുണ്ടെങ്കിൽ അവിടെ പോയി വീടുകളിലുണ്ടെങ്കിൽ അത് കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മീനാക്ഷിയുടെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണൻ്റെ വീട്ടിലുണ്ട് തിയേറ്റർ, അവിടെ വന്ന് ഒരു സിനിമ ഒന്ന് കാണുവാണെങ്കിൽ അതൊരു വലിയൊരു അനുഭവമായിരിക്കും. എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും നന്ദി, നന്മകൾ നേർന്ന സസ്നേഹം, കണ്ണൻ സാഗർ. താങ്ക് യു, ബൈ.